കേരളത്തിലും സകലാന്ത വിശ്വാസവും അനാചാരവും പ്രചരിപ്പിച്ച് കോൺഗ്രസ് നിൽക്കുക. വന്ന് കൂടോത്രം വരെ ചെയ്യുന്ന രീതിയിലെത്തി. നെഹ്റു ഒക്കെ അന്ധവിശ്വാസിയൊന്നും ആയിരുന്നില്ല കേട്ടോ. നെഹ്റു വളരെ ശാസ്ത്രബോധമുള്ള ആളായിരുന്നു. നെഹ്റു ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ജോലി ഇന്ത്യയിലെ മനുഷ്യരെ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കലാണ്. ആ നെഹ്റുവിന്റെ പാർട്ടിയുടെ ഒരു ഗതികേട്. ഒരാൾ പറഞ്ഞു, എന്റെ വീട്ടിൽ മുട്ട കുഴിച്ചിട്ടു, എന്റെ തല പൊട്ടിത്തെറിക്കുന്നു എന്നാണ്. പണ്ട് ഇന്നസെന്റിന്റെ സിനിമയിൽ ഇന്നസെന്റ് നല്ല ധൈര്യത്തിന് അല്ലെ, ഇപ്പൊ പൊട്ടിത്തെറിക്കും ഇയാളെ തല തേങ്ങ എറിഞ്ഞാൽ പൊട്ടെന്ന് പറഞ്ഞിട്ട്. അത്ര ധൈര്യത്തിൽ നിൽക്കാൻ എല്ലാവർക്കും കഴിയണ്ടേ? എന്തൊരു അസംബന്ധാണ് ഇത്. കണ്ടിട്ടല്ലേ ജിന്നൊഴിപ്പിക്കലും ബാധയൊഴിപ്പിക്കലും ഒക്കെ ആയിട്ട് ആളുകളെ കൊല്ലുന്നത്. ഈ കേരളീയ സമൂഹത്തെ എവിടത്തേക്കായി കോൺഗ്രസ് നയിക്കുന്നത്? കൂടോത്രത്തിലേക്കാണ്. അന്നേരം വേറൊരു നേതാവ് പറഞ്ഞു, എനിക്ക് അതിനേക്കാളും വലിയ കൂടോത്രമുള്ളത്. ഓറൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടോത്രം ചെയ്ത് തീർക്കുന്നതിനിടയിൽ നമുക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ 1956 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുണ്ടായി. 1957 തെരഞ്ഞെടുപ്പ് നടന്നപ്പോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. എന്താ ചെയ്തത്? 6 ദിവസം ആകുമ്പോഴേക്കും EMSന്റെ ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു, സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസ്. ഒരു മനുഷ്യനെയും താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ ഒരു ജന്മിക്കും അധികാരമില്ല എന്ന് കാണിക്കുന്ന ഓർഡിനൻസ് ആണ് ഭൂമിയിൽ കാലൂന്നി നിൽക്കാൻ മനുഷ്യർക്ക് അവകാശം ഉണ്ടാക്കി കൊടുത്തത്. അതോടുകൂടി അവരുടെ വ്യക്തിത്വം പ്രകാശിച്ചു. എല്ലാവരും പറഞ്ഞു, ഒരു മണ്ണുപോലും പറഞ്ഞു, ഓർഡിനൻസ് ഉണ്ട്. പിന്നീട് അത് നിയമമായി. ഞങ്ങളെ കുടിയൊഴിപ്പിക്കാനൊന്നും പറ്റില്ല. മുറ്റത്തെ തെങ്ങിൽ ഞങ്ങൾ കരിക്കടർത്തു, ഞങ്ങളുടെ ഗവൺമെന്റ് അതിന് സമ്മതം തന്നിട്ടുണ്ട്. എന്തൊരു വലിയ മാറ്റമാണ് ഉണ്ടായത്. എല്ലാ ഗ്രാമങ്ങളിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ, മുണ്ടശ്ശേരി മാസ്റ്റർ. എല്ലാ ഗ്രാമങ്ങളിലും പാവപ്പെട്ടവർക്ക് ചികിത്സിക്കാൻ ഗവൺമെന്റ് ആശുപത്രികൾ, ഡോക്ടർ എ മേനോൻ ആരോഗ്യമന്ത്രി. ഇങ്ങനെ ഓരോന്നായി പരിഷ്കാരങ്ങൾ വരുമ്പോ ആളുകള് ഈ ചുവന്ന കൊടിയുമായി പാർട്ടിയുടെ കൂടെ അണിഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി. അത് കണ്ടപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ആകെ പിരിയിളകി. ഡൽഹിയിൽ പോയിട്ട് നെഹ്റുവോട് പറഞ്ഞു, ഇതെന്താ കഥ, കമ്മ്യൂണിസ്റ്റുകാർ വന്നിരിക്കുന്നു, ജനങ്ങളെല്ലാം അവരുടെ കൂടെ ചേരുകയാണ്. നാളെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണാധികാരത്തിലേക്ക് വന്നാൽ നമ്മുടെ കഥയുണ്ടാവും. നെഹ്റുവിന് ആദ്യം കേട്ടപ്പോൾ ദേഷ്യം വന്നു പറഞ്ഞത്. നെഹ്റു ഷൗട്ട് ചെയ്തു പോയ കോൺഗ്രസ്സുകാരോട്. കാരണം നെഹ്റുവിനെ സഹായിക്കുന്നത് സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ. പുതിയ നവസ്വതന്ത്ര രാജ്യത്തെ അമേരിക്കയോട് ചോദിച്ചപ്പോ പള്ളി കൊടുത്തുള്ള സഹായം കിട്ടുള്ളൂ, 10 വാങ്ങിയ 10,000 തിരിച്ചു കൊടുക്കുന്നു. എന്നാൽ സോവിയറ്റ് റഷ്യ പറഞ്ഞു, ഇന്ത്യ സഹോദര രാജ്യമാണ്, ഞങ്ങൾ നിങ്ങളെ അഭിവൃദ്ധിപ്പെടാൻ എല്ലാ അർത്ഥത്തിലും സഹായിക്കാം. അവിടുത്തെ പഞ്ചവത്സര പദ്ധതി പോലെ ഇവിടെ ഉണ്ടാക്കണമെന്ന് നെഹ്റു ആഗ്രഹിച്ചു. ജയിലിൽ കിടന്ന് മോൾക്ക് അയച്ച കത്തിൽ, ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തിൽ നെഹ്റു സൂചിപ്പിച്ചിരുന്നു, മകളെ നീ ഭാഗ്യവതിയാണ്, കാരണം 1917 നീ ജനിച്ചത്. ആ വർഷമാണ് ഈ ഭൂമിയിലെ വലിയ വിഭാഗം ജനങ്ങൾ അടിമമുഖത്തിൽ നിന്ന് കുതറിമാറി മഹാനായ ഒരു മനുഷ്യ സ്നേഹിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കാൻ തുടങ്ങിയത്. പട്ടിണി കിടക്കുന്നവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. ആ മഹാനായ മനുഷ്യ സ്നേഹി വ്ളാഡിമിർ ഇലിയാനോവിച്ച് ലെനിൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, റഷ്യൻ വിപ്ലവത്തിന്റെ ശില്പി. ആ മഹത്തായ സംഭവം റഷ്യൻ വിപ്ലവം അല്ലാതെ മറ്റൊന്നുമല്ല. നെഹ്റുവിന് സോഷ്യലിസത്തോട് ചെറിയ കമ്പമുണ്ടായിരുന്നു. പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റോ സോഷ്യലിസ്റ്റോ ഒന്നുമല്ല. ഇവിടെ നിന്ന് പോയ കോൺഗ്രസ്സുകാരോട് നെഹ്റു ഷൗട്ട് ചെയ്യുന്നവർ ആരാ പറഞ്ഞ്? AG നൂറണി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകരുണ്ട്, അന്ന് ചെറുപ്പം. അദ്ദേഹം നിൽക്കെയാണ് കോൺഗ്രസ്സുകാരോട്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് നെഹ്റു പറഞ്ഞു, കമ്മ്യൂണിസം കമ്മ്യൂണിസം കമ്മ്യൂണിസം, we are always talking about communism, but the real threat is not from communism but is from communalism. കമ്മ്യൂണിസത്തിൽ നിന്നും അല്ല ഇന്ത്യക്ക് അപകടം ഉണ്ടാവാൻ പോകുന്നത്, കമ്മ്യൂണലിസത്തിൽ നിന്നാണ്. ആ കമ്മ്യൂണലിസം ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട കോൺഗ്രസ്സുകാര് ഇവിടെ ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. നിങ്ങളൊന്ന് തിരിച്ചു പോകുമോ? പക്ഷെ അവർ തിരിച്ചു വരികയല്ല ചെയ്തത്. ഇന്ദിരാഗാന്ധി കുറച്ച് വളർന്നു വന്നിരുന്നു. ഇന്ദിരാഗാന്ധിയെ കൂട്ടുപിടിച്ച് നെഹ്റുവിനെ വല്ലാതെ അവസ്ഥയാണ്, പിരിച്ചുവിട്ടേ അടങ്ങും. അവസാന സമ്മർദ്ദത്തിന് നെഹ്റു കീഴടങ്ങി 59 പിരിച്ചുവിട്ടു. കാരണം എന്താ പറഞ്ഞത്? ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും സൗജന്യമായി പഠിക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോ ചില മതവിഭാഗങ്ങൾ പറഞ്ഞു, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റെടുക്കാൻ പോവുക. എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ വലിയ സമരം മതത്തിനെതിരായിട്ടെന്ന് പറഞ്ഞ് പള്ളിയിലൊക്കെ കൂട്ടമണിയാണ് വിമോചന സമരം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട്.
കഥ എന്തെന്നറിയാതെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഈ പ്രചരണം കേട്ട്, എന്റെ നാട് മലയോര ഗ്രാമമാണ്, കണ്ണൂർ, ഇരിട്ടി, ആറളം എന്നെല്ലാം പറയും. അവിടെ പ്രായം ചെന്നേറെ ആളുകൾ അടുത്ത കാലത്ത് മരിച്ചുപോയി. മോളെ ഒന്നും മനസ്സിലായിട്ടില്ല, സമരത്തിന് പോകണം ഇരിട്ടി ഹൈസ്കൂളിൽ നിന്ന് പറയും. പണിക്കാരെല്ലാം കൂടി വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പോകുമ്പോ വഴിയിൽ നിന്ന് കട്ടൻ ചായയും അപ്പം നെയ്യപ്പോ പരിപ്പൊടിയൊക്കെ മേടിച്ചു തരും. അതും കഴിച്ച് സമരം ചെയ്ത് തിരിച്ചു കിട്ടും. എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവരെല്ലാം അവിടുത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയൊക്കെ വിളിച്ച് ആദരിച്ചു. കഴിഞ്ഞാൽ ഈ മലയോടത്ത് വന്ന് മണ്ണ് പൊന്നാക്കിയ മനുഷ്യരെ അപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഇവിടെ ക്രമസമാധാനം വഷളായി എന്ന് പ്രചരിപ്പിച്ചു. ഇന്ദിരാഗാന്ധി തന്നെ കേരളത്തിൽ വന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന് പ്രസംഗിച്ചു. അവസാനം നെഹ്റു പിരിച്ചു 19. ആ നല്ല ഗവൺമെന്റിനെ. എന്നിട്ട് എന്താ ഉണ്ടായത്? 59 പിരിച്ചുവിട്ട് 60 പുതിയ കോൺഗ്രസ് ഗവൺമെന്റ് പട്ടത്താണപ്പള്ളിയുടെ നേതൃത്വത്തിൽ വന്നു. ആ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ നിന്ന് വലിയ പ്രോജക്ട് തുടങ്ങാനെന്ന് പറഞ്ഞ് അവിടുത്തെ പാവങ്ങളെ മുഴുവൻ അടിച്ചിറക്കി പെരുമഴിയത് വിട്ടു. ടാർപോളിൻ ഷീറ്റ് പോലും മേടിച്ചു കൊടുക്കാതെ. എന്നിട്ട് അവരെ എല്ലാം കൊണ്ടുവന്ന് അമരാവതി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തള്ളി. കോളറയും അതിസാരവും ഒക്കെ വന്നിട്ട് കുഞ്ഞുങ്ങളെല്ലാം വയറ്റുന്നു പോയി മരിക്കും. ആടും കോഴിയും മനുഷ്യരും എല്ലാം കൂടി പെരുമഴിയത്. അപ്പോഴാണ് AKG അറിയുന്നത്. AKG പ്രതിപക്ഷ നേതാവ് വൈദ്യ പാർലമെന്റ്. AKG ഉടനെ തന്നെ അവിടെ കുതിച്ചെത്തി. ആ സമരം അവിടെ AKG ഒരു ബെഞ്ച് കൊടുത്തിട്ടിട്ട് അതിന് മേലെ കയറി കടന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യർക്ക് പുനരധിവാസം ഉറപ്പാക്കുന്നത് വരെ ഞാൻ ജലപാനം ചെയ്യും. നിരാഹാര അമരാവതി. കോൺഗ്രസ്സുകാർ മിണ്ടിയില്ല, മരിക്കട്ടെ വിളിച്ചു. പക്ഷെ നെഹ്റു കേരളത്തിലെ കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, പട്ടത്താണപ്പള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, അടിയന്തരമായി AK ഗോപാലനുമായി ചർച്ച നടത്തണം. അയാൾ പാർലമെന്റ് മെമ്പറാണ്, അവൾ മനുഷ്യ സ്നേഹിയാണ്, ചർച്ച നടത്തി പരിഹാരം കാണുന്നു. അങ്ങനെ നെഹ്റുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ചർച്ച നടത്തി. ഒരാൾക്ക് 3 ഏക്കർ ഭൂമിയും അന്നത്തെ 100 രൂപ ഒരു ടെന്റ് കെട്ടാൻ, അത് വെച്ച് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് വിധിയുണ്ടായി. പ്രശ്നം കുറച്ച് ശ്രമിച്ചു. ഇരട്ടിയിൽ കൊട്ടിയൂർ പഞ്ചായത്ത് അവിടെ നിന്ന് കൊട്ടിയൂരിൽ നിന്ന് ഇതുപോലെ കുടിയൊഴിപ്പിക്കാൻ തുടങ്ങി. അപ്പോ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത അവിടുത്തെ ആളുകൾ തിരിച്ചറിഞ്ഞു, ആ ഗവൺമെന്റിനെ തകർത്തത് നന്നായില്ല. അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ കുടിയൊഴിപ്പിക്കൽ, അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കലിനെതിരെ നിയമം കൊണ്ടുവന്നവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. അവിടുത്തെ പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞു, ആരെങ്കിലും ഒന്ന് ആ മനുഷ്യ സ്നേഹിയായിട്ടുള്ള AK ഗോപാലനെ വിളിച്ചു വരുത്തു, അതെവിടെ വന്നാൽ കുടിയൊഴിപ്പിക്കൽ. ഇത് ഞാനാരും പറഞ്ഞു കേട്ടതല്ല. അവിടുത്തെ ക്രിസ്തീയ സഭയുടെ തലശ്ശേരി അതിരൂപത പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, കുടിയേറ്റത്തിന്റെ ഇതിഹാസം. എങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ പള്ളിയൊക്കെ ഉണ്ടായത് കുടിയേറ്റക്കാരൊക്കെ വന്നപ്പോൾ. അതില് തലശ്ശേരി രൂപതയുടെ ആദ്യത്തെ ആർച്ച് ബിഷപ്പ് വെള്ളാപ്പള്ളി തിരുമേനി സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കൊട്ടിയൂർ കുടിയൊഴിപ്പിക്കുമ്പോ ഇവിടെ പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞു, മനുഷ്യ സ്നേഹിയായ AK ഗോപാലനെ വിളിച്ചു വരുത്തിയാൽ പരിഹാരം ഉണ്ടാവുന്നു. വിളിച്ചു. AKG പോയി. അവിടെ പോയി സമരം ചെയ്ത് കൊട്ടിയൂരെ കുടിയൊഴിപ്പിക്കുന്നു. എന്താണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിട്ടുള്ള തെറ്റ്? ഓരോ പ്രദേശത്തും മനുഷ്യന് വേദന ഉണ്ടാകുമ്പോ അവിടെ പാഞ്ഞെത്തി അത് പരിഹരിക്കാൻ അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുകയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ. ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 67 ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിച്ചു. 80കളിൽ ജില്ലാ കൗൺസിലേക്കൊക്കെ അധികാരം വികേന്ദ്രീകരിക്കുന്നതിനുള്ള തീരുമാനം എടുത്തു. 90കളിൽ സമ്പൂർണ്ണ സാക്ഷരതായത്തിനെ കൊണ്ടുവന്ന് സകല മലയാളിയെ അക്ഷരം പഠിപ്പിക്കുകയും തുടർ വിദ്യാഭ്യാസവും നേരത്തെ പഠിക്കാൻ സമയം കിട്ടാത്തവര് 4ാം ക്ലാസ്സിലേതാ, 7ാം ക്ലാസ്സിലേതാ, 10ാം ക്ലാസ്സിലേതാ, എന്നിട്ട് ഗൾഫിൽ പോയി സാമാന്യം ഭേദപ്പെട്ട ജോലി നേടുന്നു. ഗൾഫിൽ പോയി സമ്പാദിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടാണ് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എന്നൊക്കെ വ്യാഖ്യാനം വരുന്നുണ്ടല്ലോ. മോശമൊന്നുമല്ല, കൊണ്ടുവരുന്നത് ഗുണമൊക്കെ. പക്ഷേ ആ ഗൾഫിൽ പോയിട്ട് കുറച്ചെങ്കിലും സമ്പാദിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള അവസ്ഥ കേരളത്തിലെ മനുഷ്യർക്ക് ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്. ഇന്നും തുല്യതാ പരീക്ഷ നേരത്തെ പഠിക്കാൻ എങ്ങനെ അവസരമില്ലാതായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇൻട്രൻസ് 7ാം ക്ലാസ് എഴുതി 10ാം ക്ലാസ് എഴുതാം. ഇത് കേരളത്തിന്റെ പ്രത്യേകത. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം കേരളം. ഇടതുപക്ഷം കൊണ്ടുവന്ന പരിഷ്കാരം. കോൺഗ്രസിന്റെ ഗുണം കൊണ്ടാണെങ്കിൽ കോൺഗ്രസ് 4-3 ഭൂരിപക്ഷത്തിന് ഭരിച്ച ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഇതുണ്ടാവിടെ. ബീഹാറിലും കേരളത്തിന്റെ അവസ്ഥയാണോ അവിടെ? ഇവിടെ ഭൂപരിഷ്കരണം, മിച്ചഭൂമി കണ്ടെത്തി വിതരണം ചെയ്യുക, എല്ലാവർക്കും ഭൂമിയിൽ അവകാശം.
എന്തൊരു മാറ്റമാണ് കേരളത്തിൽ. കുടുംബശ്രീ രൂപീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പവർട്ടി അലീവിയേഷൻ. ഒരു തുണ്ട് ഭൂമിയെങ്കിലും സ്വന്തമായി കൈവശം വെക്കാൻ തുടങ്ങിയപ്പോഴല്ലേ ആ പഴയ ഓലക്കുടിലൊക്കെ മാറിയിട്ട് അത്യാവശ്യം കട്ടയോ കല്ലോ ഒക്കെ വെച്ചിട്ട് അവർ ബന്ധിച്ചിട്ട് അതിന് മേലെ ഓണക്കിടാൻ പറ്റിയത്. അവിടെ നിന്നും കുറച്ചും കൂടി കൂലിയൊക്കെ ഇന്നത്തെ പത്രത്തിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സംസ്ഥാനം കേരളം. എങ്ങനെ മാറി? കോൺഗ്രസിന്റെ സുഹൃത്തം കൊണ്ടാണെങ്കിൽ ബീഹാറിൽ മാറണ്ടേ? കോൺഗ്രസ് ഇപ്പോഴും ഭരിക്കുന്ന പ്രദേശങ്ങളിൽ മാറണ്ടേ? ഇല്ലാലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആലപ്പുഴയിൽ ബീഹാറിൽ നിന്നൊരു തൊഴിലാളി ജോലി ചെയ്യാൻ വന്നു. അവന്റെ ആ പാവപ്പെട്ട മനുഷ്യന്റെ ഒരു കുഞ്ഞിനെ കൂട്ടത്തിൽ ജോലി ചെയ്യാൻ വന്ന ഒരു കശ്മീരൻ നീചമായി ബലാത്സംഗം ചെയ്തു പോയി. ഞാൻ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെ പോയി. ആലുവയിൽ വാടകയ്ക്ക് നിൽക്കുകയാണ് ചെറിയ വീട്ടിൽ. ഞാൻ ചെന്ന് ഇന്നയാളാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം അടർന്നു വീഴുന്നു. മാഡം, ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളുടെ ബീഹാറിൽ ജോലി ചെയ്താൽ കൂലി ഒന്നും കിട്ടുന്നില്ല. വൈകുന്നേരം വരെ പണിയെടുത്താൽ 200 രൂപ കൂലി എന്നൊക്കെ പറയും. പക്ഷെ 100 കൂടി വന്നാൽ 150 കിട്ടേ ജീവിക്കും. ഇവിടെ വന്നപ്പോ ഞാൻ വൈകുന്നേരം വരെ ജോലി ചെയ്ത് 1000 രൂപ വരെയൊക്കെ ഞാൻ ഓവർ ടൈമും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വന്നു. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഭാര്യനെയും മക്കളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നു. ഞങ്ങൾക്ക് ഗ്രാമത്തിൽ സ്കൂളൊന്നുമില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന്റെ 20 വർഷത്തിലായി, 76 വർഷമായി. പിന്നീട് ഇന്ത്യയിൽ കോൺഗ്രസ് 4-3 ഭൂരിപക്ഷത്തിന് ഭരിച്ചു. BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ മറ്റു പാർട്ടികളും ഭരിക്കുന്നു. അവിടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഗ്രാമത്തിൽ സ്കൂളില്ല. എന്നിട്ട് ഇവിടുത്തെ മാഷന്മാരോട് ചെന്നിട്ട് ബീഹാറുകാരൻ ചോദിച്ചു, സർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കുമോ? മാഷന്മാർ പറഞ്ഞു, പിന്നെന്ത്, എല്ലാവരും ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യയിൽ എവിടെയും ചേർത്ത് പഠിക്കാം. നിങ്ങൾ കൊണ്ടുപോകാം, പുസ്തകം വെറുതെ തരും, കുട തരും, ഭക്ഷണം തരും, എല്ലാം തരും, യൂണിഫോം ഒക്കെ തരും. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ചേർത്ത്. എന്നിട്ട് ആ മനുഷ്യൻ പൊട്ടി കരഞ്ഞു പറഞ്ഞ എൻ്റെ ഈ 2ാം ക്ലാസ്സുകാരി നന്നായിട്ട് മലയാളം എഴുതാൻ പറയുകയും ചെയ്യുമായിരുന്നു. അവർ പഠിച്ചതെങ്കിൽ ഒരു ജോലി ഭാവിയിൽ കിട്ടും എന്ന് ആശിച്ചിരുന്നു. മറ്റു കുട്ടികളും പഠിക്കുന്നുണ്ട്, പക്ഷെ കൊന്നു കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ബാക്കി കുട്ടികൾ നന്നായിട്ട് പഠിക്കും രണ്ടുപേരെയും. ഇതാണ് ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ ജയിക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നതല്ലോ. ഈ രാജ്യത്തിൽ ആർക്കും പരിശോധിക്കാൻ കഴിയുന്ന സത്യങ്ങളല്ലേ. എന്നിട്ട് എന്താ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കണക്കാന്ന് പറയുന്നത്? BJP കമ്മ്യൂണിസ്റ്റ് കണക്കാന്ന് എങ്ങനെ പറയാ? ഇവിടെ ജയദേവൻ സംസാരിക്കുമ്പോ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ വ്യത്യസ്തരാണ്. ജാതി മത ഭേദമില്ലാതെ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് സോഷ്യലിസം. മനുഷ്യന്മാർ തമ്മിൽ അങ്ങനെയുള്ള വിവേചനമില്ലാതെ ഒരുമിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ. അതെങ്ങനെയാ പഠിച്ചു പോകുക? നിങ്ങൾ അടിച്ചമർത്തുമ്പോ ഞങ്ങൾക്ക് ചിലപ്പോൾ ഭരണം തിരഞ്ഞെടുത്തായിട്ട് വരും. പക്ഷേ ഇന്ന് ഭൂമിയിലുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം സോഷ്യലിസം അല്ലാതെ മറ്റെന്താണുള്ളത്? എല്ലാ സമൂഹവും സോഷ്യലിസ്റ്റ് സമൂഹമായാൽ യുദ്ധങ്ങളില്ല. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വിപ്ലവത്തിന് ശേഷം റഷ്യയുടെ സംസ്ഥാനങ്ങളായിരുന്നല്ലോ ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അർമേനിയ, ഇല്ലേ, ഉക്രൈൻ. എന്തൊരു സമാധാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അവിടെയുള്ളത്. ലോക മുതലാളിത്തത്തിലെ കുത്തിത്തിരിപ്പും റഷ്യയിൽ അവസാനം വന്ന ഭരണാധികാരികൾ അവരെല്ലാം പറയുന്നത് കേട്ട് ചെയ്ത തെറ്റും സോവിയറ്റ് റഷ്യയിലെ മനോഹരമായിട്ടുള്ള ആ ഭരണത്തെ അട്ടിമറിച്ചു. എല്ലാവർക്കും തൊഴിലും കൂലിയും യാതൊരു കലഹങ്ങളും ഇല്ലാത്ത റിപ്പബ്ലിക്കുകളും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിലേക്ക് സഞ്ചാരികൾ ധാരാളമായി എത്തിച്ചേരുന്ന അവസ്ഥയും ഒക്കെ നിലനിന്ന സോവിയറ്റ് റഷ്യ അട്ടിമറിച്ചപ്പോൾ ഈ റിപ്പബ്ലിക്കുകളെല്ലാം വേറിട്ട് പോയി. ഇന്ന് റഷ്യയും ഉക്രൈനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം അത്ര സുഖമുള്ളവരാണ്. ബോംബുകൾ വർഷിക്കുന്നു, മനുഷ്യരുടെ തൊഴിലെല്ലാം മുരിഞ്ഞു പോകുന്നു, ചിലപ്പോൾ മരിക്കുന്നില്ല, വേദന തിന്ന ദിവസങ്ങളോളം ജീവിക്കുന്നു. ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ക്യാമ്പുകളിൽ സ്ത്രീകളും കുട്ടികളും എന്ത് ചെയ്യുന്നു എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു ദിവസം വെള്ളം നിന്ന് പോയാൽ, പൈപ്പിൽ ഒരു ദിവസം വെള്ളമില്ലാതായ, കടുത്ത വരൾച്ചയിൽ കിണർ വറ്റിപ്പോയാൽ കേരളം എന്താ ചെയ്യുന്നത്? പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുകയാണ്, ദേ ഇവിടെ വെള്ളമില്ല കേട്ടോ, കോട്ടൊക്കെ മേടിച്ചു പോയിട്ടുണ്ടല്ലോ. പ്രസിഡന്റിന് ബേജാറായി. പ്രസിഡന്റ് ലോറിയൊക്കെ ആയി എവിടെയാണോ വെള്ളമുള്ളത് നിറച്ച് ആ പ്രദേശത്ത് വാട്ടർ സപ്ലൈ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കോൺഗ്രസ്സുകാരുടെ ഗുണം കൊണ്ടാണെന്ന്?
കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിന് വെള്ളം കൊടുക്കുന്നുണ്ടാവാം, പക്ഷേ ഇത് കേരളമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ശീലങ്ങളാണ്. എന്നാൽ യുദ്ധഭൂമികളിലും കലാപം നടക്കുന്ന ഇന്ത്യയുടെ പ്രദേശങ്ങളിലും വെള്ളമില്ല. അത് എത്തിക്കാൻ ഭരണാധികാരികളുമില്ല. യുദ്ധം സോഷ്യലിസം കാക്ഷിക്കാത്ത ഒന്നാണ്. യുദ്ധമില്ലാത്ത സമൂഹമാണ് സോഷ്യലിസത്തിന് പഥ്യം. അതുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് ആവണമെന്ന് പറയുന്നത്. ഞാൻ ഭൂമിയിലെല്ലാം നിറകയാതനെയും വിശദീകരിക്കുന്നില്ല, പക്ഷേ ഒരുപാട് മനുഷ്യർ അഭയാർത്ഥികളായി, രോഹിംഗ്യൻ അഭയാർത്ഥികൾ, ബർമയിൽ സ്ഥാനമില്ല, മ്യാൻമർ അടിച്ചോടിക്കുന്നു. എവിടെ പോകുമോ മനുഷ്യർ? കിട്ടിയ തൊടിയിലല്ല 10 ആള് കയറുന്നതിൽ 100 ആള് കയറിയിട്ട് സമുദ്രത്തിന്റെ നടുക്കെത്തുമ്പോൾ മുങ്ങി പോകുന്നു. ചില രാജ്യങ്ങളിൽ ചെന്ന് കര പറ്റുമ്പോ ആ രാജ്യത്തിൽ അവരെറിഞ്ഞ് ഓടിക്കുന്നു. ആരാണത്? മജയ മാംസമുള്ള മനുഷ്യർ. അവരെവിടെ പോയി വീഴും? ലോകം മുഴുവൻ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് കീഴിലായാൽ ഒരു മനുഷ്യനും ഒരിടത്തു നിന്നും ഓടിപ്പോകേണ്ടി വരില്ല. അതത് പ്രദേശത്ത് ആ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച്, ആ രാജ്യത്തിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, അതിലൊരു പങ്ക് സ്വായത്തമാക്കി, ഭക്ഷണം കഴിച്ചും പഠിച്ചും അവിടെ ജീവിക്കാൻ സാധിക്കും. അതാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി. ഭൂമിയിലെ ഈ ദുരവസ്ഥ കണ്ടിട്ടാണ് ചിന്തകന്മാരെല്ലാം വീണ്ടും പറഞ്ഞു തുടങ്ങിയത്. സോവിയറ്റ് റഷ്യ അട്ടിമറിക്കപ്പെട്ടപ്പോൾ ചിലർ പറഞ്ഞു ഇനി ചെങ്കൊടി വരില്ല, വലിയ സന്തോഷമുള്ള പോലെയാണ്. പക്ഷെ ഇന്ന് തോമസ് പിക്കറ്റി അടക്കമുള്ള ധനതത്വശാസ്ത്രജ്ഞന്മാരും ഭൂമിയിലെ പല പ്രമുഖ ചിന്തകരും പറയുന്നു വരാനിരിക്കുന്ന നാളുകൾ സോഷ്യലിസത്തിൻ്റെതാണ്. കാരണം ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു മാർഗമില്ല. അതാണ് നമ്മൾ കാണേണ്ടത്. നാം സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ എപ്പോ ഭരണം കിട്ടും എന്നുള്ളത് ചോദിച്ച് നാളെ കിട്ടില്ല എന്ന് കണ്ട് നിരാശപ്പെടുന്നു വേണ്ട. കേവലം 3 സീറ്റ് മാത്രം പാർലമെന്റിൽ ഉണ്ടായിരുന്ന ജനതാ വിമുക്തി പെരുമുനക്ക് ശ്രീലങ്കയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 155 സീറ്റിലേക്ക് ഉയരാൻ കഴിഞ്ഞത് അവിടുത്തെ ബൂർഷ്വാ പാർട്ടികൾ മാറി മാറി ഭരിച്ച് ശ്രീലങ്ക തകർന്നു പോയതുകൊണ്ടാണ്. ജനമനസ്സിലാക്കി ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് ഗുണം. ഈ ഇന്ത്യ കോൺഗ്രസും BJPയും ഭരിച്ചു മുടിച്ചൊരു പാകിയിരിക്കുക, എല്ലാം നശിപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ മുതലാളിത്ത നയം അതാണ് ഇന്ത്യയെ പട്ടിണിക്കാരുടെ രാജ്യമാക്കി മാറ്റിയത്. വിലക്കയറ്റം വായു കളഞ്ഞു. BJP വന്നപ്പോൾ ചിലർ പറഞ്ഞു കോൺഗ്രസിനെ പോലെ നല്ലതാണ്, നരേന്ദ്രമോദി അദ്ദേഹം പറയുന്ന ഭയോ മഹനോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ചിലർ പറഞ്ഞു ദുർമാനപരമായ പ്രസംഗമല്ലേ പ്രസംഗിച്ചിട്ടുള്ള കാര്യം. കോൺഗ്രസിന്റെ അതേ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമല്ലേ മോഡി തുടരുന്നത്? മോഡിയുടെ സഹചാരിയായ അദാനിക്ക് നേരെ ചില കേസ് അമേരിക്കൻ കോടതി. എന്താ അദാനി ചെയ്ത കുറ്റം? ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവ് ചോർത്തി അദാനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുക മോഡി. എന്നിട്ട് ആ പണം കൊണ്ടുപോയി വേറെ എവിടെയൊക്കെയോ നിക്ഷേപിച്ച് കോടികൾ അദാനി കൊയ്യുന്നു. ഇന്ത്യക്കാരൻ എന്താ ഗുണം? ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിച്ചാൽ മതിയോ? നമ്മുടെ നാട്ടിലെ ഖജനാവിൽ പണം വരുന്ന ഒരു സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC. അതിന്റെ ഷെയർ അദാനി കൊടുത്തിരിക്കുന്നു. അപ്പോ LICയുടെ ഷെയർ അദാനിയുടെ കയ്യിലായതുകൊണ്ട് LIC ഉണ്ടാക്കുന്ന ലാഭം ഇന്ത്യൻ ട്രഷറിയിലേക്കല്ല വരിക, അദാനിയുടെ പോക്കറ്റിലേക്കാണ്. അത് അദാനി കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ പാപ്പരായി പോയി അത് കടം വീട്ടാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ മനുഷ്യർക്കാരാ എത്തിച്ചു കൊടുക്കുക? ആരാ ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ജോലിയും കൂലിയും കൊടുക്കുക? ഈ രാഷ്ട്രീയം മനസ്സിലാക്കട്ടെ. അദാനി ഇല്ലാത്ത കമ്പനിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഷെൽ കമ്പനികളൊക്കെ ഉണ്ടാക്കി അദാനിയുടെ ഷെയർ വർദ്ധിപ്പിച്ചു ഇല്ലാത്ത കമ്പനിയുടെ. എന്നിട്ട് ആ ഷെൽ കമ്പനികൾ ഷെയർ വാങ്ങിക്കൂട്ടുന്നത് കണ്ട് അദാനിയുടെ ഷെയറുകൾ ചില നല്ല കമ്പനികളും വാങ്ങി എന്നിട്ട് പൈസ ഉണ്ടാക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കുക, വലിയ അഴിമതിയാണ് നടത്തുന്നത്. അതിലൊരു വലിയ പങ്ക് മോഡിക്ക് കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോ BJPക്ക് പണം കിട്ടുന്നുണ്ട്, കോൺഗ്രസിന് ചില സ്വർണ്ണം ഖനിക്കാം. കർണാടകത്തിൽ പണം കൊടുത്തിട്ടാണ് കോൺഗ്രസ് BJPയെയും പരാജയപ്പെടുത്തിയത്. കാരണം BJP ഒഴുക്കിയതിനേക്കാൾ കൂടുതൽ പണം കർണാടകയിൽ കൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ആ കർണാടക ഗവൺമെന്റിനെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ ഇവിടെ പണം ഒഴുക്കാൻ വേണ്ടി അതെല്ലാം ശരിയായ പണമൊന്നുമില്ല ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ നിന്ന് നീലപ്പട്ടി പിടിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒന്നും ഇല്ലാണ്ടില്ല കേട്ടോ. അന്നേരം പോയപ്പോ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം കോടികളാണ് ഒഴുകിയത്. 50 വോട്ടർമാർക്ക് 2 ആള്. അതിനകത്ത് ഇതെല്ലാം നടന്നിട്ടുണ്ടെന്നുള്ളത് അനുഭവസ്ഥരായിട്ടുള്ള കുറെ ജനങ്ങൾക്കറിയാം. യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞല്ല.
ഒരു ഭാഗത്ത് ഇടതുപക്ഷത്തിനെതിരായി നുണ പ്രചരിപ്പിക്കുക, മറുഭാഗത്ത് എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കുക, പണം ഒഴുക്കുക. ആ വിജയവും ശാശ്വതമല്ല കേട്ടോ, സ്ഥായിയായ വിജയമല്ല. എല്ലാ വർഗീയ ശക്തികളെയും SDP, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗും എല്ലാം കൂടി ഒറ്റക്കെട്ടായി പോകും. എന്താകും കേരളത്തിന്റെ ഭാവി? ഈ കേരളത്തിൽ നിലനിൽക്കുന്ന മതേതര മനസ്സും സമാധാനവും എന്നേക്കുമായി അട്ടിമറിക്കാനുള്ള വിത്താണ് പാകിയിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളോട് നന്നായിട്ട് പറയണം, നല്ല മതേതര മനസ്സ് കേരളത്തിൽ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു ഗുജറാത്തായി മാറും, ഇതൊരു ഉത്തർപ്രദേശായി മാറും. ഇപ്പൊ എല്ലാ പള്ളിയിൽ ഈ തറ മാന്തി നോക്കുക, ഇതിന്റെ അടിയിൽ ശരീരം കൊണ്ടു നോക്കാൻ. ഇങ്ങനെ മാന്തി പുണ്ണാക്കി പ്രശ്നമാക്കുന്നത് കണ്ടുകൊണ്ടാണ് 1991 ഒരു നിയമം പാസ്സാക്കിയത്. ഇന്ത്യൻ ആരാധനാലയങ്ങൾ 47 ആഗസ്റ്റ് 15 എങ്ങനെയാണോ അതേ അവസ്ഥയിൽ തുടരണം. പുതിയ അമ്പലം ഉണ്ടാക്കിക്കോ, പുതിയ പള്ളി ഉണ്ടാക്കിക്കോ, അതൊന്നും തർക്കമില്ല. പക്ഷെ പഴയതിന്റെ അടിവാരത്തുണ്ടാക്കില്ല. അങ്ങനെ പോയാൽ ഹിന്ദു ക്രിസ്ത്യാനി എല്ലാം തമ്മിൽ ലഹള കൂടി വർഗീയ കലാപത്തിൽ ആളുകൾ മരിക്കും. ഇന്ത്യക്ക് ഒരു കാലം സമാധാനം ഉണ്ടാവില്ല. അതിനാണിപ്പോ അവസാനം കുറിച്ചിരിക്കുന്നത്. എന്താ കോൺഗ്രസ് ഉണ്ടാത്തത്? എന്താ മതേതരത്വം തകരുന്നത് കാണുമ്പോ കോൺഗ്രസ് ഉണ്ടാത്തത്? ഈ കേരളത്തിലും സകലാന്ത വിശ്വാസവും അനാചാരവും പ്രചരിപ്പിച്ച് കോൺഗ്രസ് നിൽക്കുക. വന്ന് കൂടോത്രം വരെ ചെയ്യുന്നില്ല. നെഹ്റു ഒക്കെ അന്ധവിശ്വാസിയൊന്നും ആയിരുന്നില്ല കേട്ടോ. നെഹ്റു വളരെ ശാസ്ത്രബോധമുള്ള ആളായിരുന്നു. നെഹ്റു ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ജോലി ഇന്ത്യയിലെ മനുഷ്യരെ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കലാണ്. ആ നെഹ്റുവിന്റെ പാർട്ടിയുടെ ഒരു ഗതികേട്. ഒരാൾ പറഞ്ഞു, എന്റെ വീട്ടിൽ മുട്ട കുഴിച്ചിട്ടു, എന്റെ തല പൊട്ടിത്തെറിക്കുന്നതാണ്. പണ്ട് ഇന്നസെന്റിന്റെ സിനിമയിൽ ഇന്നസെന്റ് നല്ല ധൈര്യത്തിന് അല്ലെ, ഇപ്പൊ പൊട്ടിത്തെറിക്കും ഇയാളെ തല, തേങ്ങ എറിഞ്ഞാൽ പൊട്ടെന്ന് പറഞ്ഞിട്ട്. അത്ര ധൈര്യത്തിൽ നിൽക്കാൻ എല്ലാവർക്കും കഴിയണ്ടേ? എന്തൊരു അസംബന്ധാണ് ഇത്! കണ്ടിട്ടല്ലേ ജിന്നൊഴിപ്പിക്കലും ബാധയൊഴിപ്പിക്കലും ഒക്കെ ആയിട്ട് ആളുകളെ കൊല്ലുന്നത്? ഈ കേരളീയ സമൂഹത്തെ എവിടത്തേക്കായി കോൺഗ്രസ് നയിക്കുന്നത്? കൂടോത്രത്തിലേക്കാണ്. അന്നേരം വേറൊരു നേതാവ് പറഞ്ഞു, എനിക്ക് അതിനേക്കാളും വലിയ കൂടോത്രമുണ്ട്. ഓറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടോത്രം ചെയ്ത് തീർക്കുന്നതിനിടയിൽ നമുക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടണം. ഞാൻ സമയം നീണ്ടുപോയത് കൊണ്ട് പറയുന്നില്ല. 2016 ഗവൺമെന്റ് പിണറായി പറഞ്ഞു, സ്കൂളുണ്ട്, ആസ്പത്രിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം പഴയതായി. നമുക്ക് ഇതിനെല്ലാം ഒന്ന് ആധുനികമാക്കണം. ആർദ്ര മിഷൻ എന്താ PHC FSC ആക്കി, മുറ്റത്ത് നല്ല ടൈൽസ് ഒക്കെ ഇട്ട് ആശുപത്രി, അകത്ത് കയറുമ്പോൾ നല്ല റിസപ്ഷൻ, നഴ്സുമാരുടെ ബീച്ചൊക്കെ ഏരിയ, നല്ല ലബോറട്ടറി, നല്ല ഒബ്സർവേഷൻ റൂം ഒക്കെ. ശിശുമരണ നിരക്ക് 2016 1000 പ്രസവത്തിന് 12. ദേശാഭിമാനികൾക്ക് കാണുന്നത് ചെറിയ 1000 പ്രസവത്തിന് 10 അല്ല 12 2016. അത് കുറക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തു ആരോഗ്യവകുപ്പ്. 2016 മുതൽ 20 വരെ പ്രസവ കേന്ദ്രങ്ങൾ വൃത്തിയാക്കിയും ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കുറച്ചും കൃത്യം പോലുള്ള പദ്ധതികളിട്ട് ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ഓപ്പറേഷൻ നടത്തിക്കൊടുത്തു. നമ്മൾ പ്രവർത്തിച്ചപ്പോ 2020 ഡിസംബറിൽ പരിശോധിക്കുമ്പോ കേരളത്തിലെ ശിശുമരണ നിരക്ക് 12-ൽ നിന്ന് 5 കുറഞ്ഞിരിക്കുന്നു. ഈ നേട്ടം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാക്കാൻ പറ്റുക. കോൺഗ്രസ്സുകാർ ഭരിക്കുന്നിടത്ത് 1043 മുതൽ മേപ്പെട്ടാണ് BJP ഭരിക്കുന്നത്. മാതൃമരണ നിരക്ക് 67 2016. അത് 2020 ആകുമ്പോ 67 നിന്ന് 19 കുറച്ച്. ഡൽഹിയിൽ പോയി 67 ആക്കിയവർക്ക് അവാർഡ് കിട്ടി. എനിക്കന്ന് 2 അവാർഡ് വാങ്ങാൻ സാധിച്ചു. ഒന്ന് 67 കുറച്ചത്, 2 ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് ഉള്ള സംസ്ഥാനമാണ്. ഇത് വെറുതെ ചെയ്തിട്ട് കിട്ടുന്നതല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. ഞാൻ ഈ നേട്ടാലാണ്ടി പറഞ്ഞാൽ എത്രയോ പറയാനുണ്ട്. ആ മിഷനുകളെല്ലാം തുടരുന്നു. അതോടൊപ്പം കേരളത്തെ ഹൈടെക് ആക്കി മാറ്റാൻ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ, അതിന് കേന്ദ്ര വിഹിതം തന്നത് തിരിച്ചു കൊടുക്കണമെന്ന് ഇപ്പൊ പറയുന്നു. ഒരു ഇത്രപടി നാണം വേണ്ടേ? വയനാട് ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ ചോദിച്ചു, ഏത് ദുരന്തം ഉണ്ടായാലും ആ ദുരന്തം തീർക്കാനുള്ള മുഴുവൻ പണവും കേന്ദ്രം തരണം. കാരണം നമ്മുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് എടുത്തിട്ടല്ല, 5 പൈസ തന്നില്ല. എന്നിട്ടോ ഇപ്പൊ ഹെലികോപ്റ്ററിൽ വന്നിട്ട് ആളുകളെ റെസ്ക്യൂ ചെയ്തതിന്റെ പൈസ നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന നാടൻ ഭാഷ പറഞ്ഞാൽ എന്താ പറയാ? ഇത്രമാത്രം വൃത്തികെട്ട മനസ്സാണോ ഇന്ത്യൻ ഭരണാധികാരികളുടെ? നമ്മൾ ചോദിക്കണ്ടേ? നമ്മുടെ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളോട് ഇതാണ് BJP, ഇതാണ് നരേന്ദ്രമോദി, കോൺഗ്രസ് ആണെങ്കിൽ ഇതിന്റെ ഏട്ടൻ. അപ്പോ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യത്യാസം എന്താണെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റാൻ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ പരിശ്രമം നടത്തുന്നു. ഭാവിയിൽ നമ്മുടെ കുട്ടികളുടെ തൊഴിലില്ലായ്മയൊക്കെ പരിഹരിക്കണം. ഇവിടെ തന്നെ നമുക്ക് ജീവിക്കാൻ അവസരം ഉണ്ടാക്കുന്നത് എളുപ്പമൊന്നുമല്ല മുതലാളിത്ത രാജ്യത്ത്. പക്ഷേ നാം പരിശ്രമിക്കുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത. അതിനിടയിൽ ഒരുപാട് നുണ പ്രചരിപ്പിച്ച് ഇപ്പോഴത്തെ ആളുകളൊന്നും ശരിയല്ല, നേരത്തെയുള്ളവരെല്ലാം ശരിയായിരുന്നു, AKG കുഴപ്പമില്ല, പക്ഷേ പിണറായി മോശം, കഴിഞ്ഞ മന്ത്രിസഭ കുഴപ്പമില്ല, ഇത്തവണത്തെ മോശം. ഇത് മനഃപൂർവ്വം നമ്മളിൽ നിന്ന് ആളുകളെ അകറ്റാനാണ്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഗവൺമെന്റ് പഴയ ഗവൺമെന്റിന്റെ തുടർച്ചയാണ്. പഴയ ഗവൺമെന്റ് കൊണ്ടുവന്നുള്ള മിഷനുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. പകുതി വഴിയിട്ട് പോകാൻ പറ്റില്ല. അതോടൊപ്പം പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ 5 പൈസ കേന്ദ്രം തരാതിരിക്കുമ്പോഴും പെടാപ്പാട് വിടുക. നമ്മൾ ടാക്സ് ഷെയർ മുടക്കിയപ്പോഴാണ് പെൻഷൻ നിന്ന് പോയത്. പിന്നെ കോടതി പോയി കുറച്ച് ടാക്സ് ഷെയർ തരാൻ കോടതി പറഞ്ഞു. അപ്പൊ പെൻഷൻ വീണ്ടും കൊടുക്കാൻ തുടങ്ങി. പെൻഷൻ കിട്ടുന്നില്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ടല്ല നമ്മുടെ വിരൽ ചൂണ്ടേണ്ടത് നമുക്ക് തരാനുള്ള അർഹതപ്പെട്ട വിഹിതം പിടിച്ചു വെക്കുന്ന കേന്ദ്രത്തിനെതിരായിട്ടാണ്. സംസ്ഥാനത്തിന് ഇവിടെ പിരിച്ചിവിടെ ചെലവഴിക്കാനുള്ള അധികാരമൊന്നുമില്ല. ഫെഡറൽ വ്യവസ്ഥയാണ്. നികുതിയെല്ലാം അങ്ങോട്ട് പോകുന്നു, അവിടെ നിങ്ങൾ തന്നില്ലെങ്കിൽ ചോദിക്കണം. അപ്പൊ അതാണ് തീരുമാനിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് നമ്മൾ ഭരണാധികാരി വർഗത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു. 64 രൂപീകരിച്ച പാർട്ടി പരിപാടി പറയുന്നത് ഇന്ത്യയിലെ ഭരണാധികാരികൾ വൻകിട മുതലാളിമാരുടെയും അതുപോലെ ഭൂസ്വാമിമാരുടെയും താല്പര്യം സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ്. അതോടൊപ്പം സാമ്രാജ്യത്വവുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ശരിയാണ്. അതിനെതിരെ സമരം നയിക്കണം. കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും സ്ത്രീകളെയും കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒക്കെ സംഘടിപ്പിച്ചിട്ട് ആ സമരം കുറയ്ക്ക് മുന്നോട്ട് പോകട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പൊ അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് മുതലാളിത്ത വ്യവസ്ഥ തന്നെ തുടരുന്നു. അതുകൊണ്ടാണ് തൊഴിലില്ലായ്മ 9.2% അതുകൊണ്ടാണ് വിലക്കയറ്റം ഉണ്ടാകുന്നത്, സംസ്ഥാനങ്ങളിലെ വിലക്കയറ്റം ഉണ്ടാകുന്നത്. അതോടൊപ്പം ഇന്ത്യയിലെ മനുഷ്യരെ ജാതി മതങ്ങളുമായിട്ട് വേർതിരിക്കുന്നു. ഇവരീ നാടിനെ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന RSSനും BJPക്കും എതിരായിട്ട് ശക്തമായിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം. മതേതരത്വം സംരക്ഷിക്കാൻ ഞാൻ ചുരുക്കുന്നു. ഈ ചെങ്കൊടി മാനവമോചനത്തിന്റെ കൂടിയാണ്. മനുഷ്യനെ മനുഷ്യരായി കാണുന്ന അന്തസ്സുറ്റ ജീവിതം മനുഷ്യർക്ക് പ്രദാനം ചെയ്യാൻ വാഗ്ദാനം ചെയ്യുന്നതാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചേരുമ്പോഴെല്ലാം അത് സമയമൊക്കെ പാസ്സാക്കി തൊട്ടടുത്ത നാളിൽ എന്ത് ചെയ്യാൻ തീരുമാനിക്കും. ഇപ്പോ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. ആ പാർട്ടി കോൺഗ്രസിൽ വെച്ച് നമ്മുടെ അടവ് നയം പ്രഖ്യാപിക്കും 3 വർഷത്തേക്കുള്ളത്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും. നേടിയതെല്ലാം നിലനിർത്തണം. പുതിയ കാര്യങ്ങൾ നേടാനുള്ള സമരത്തിൽ പങ്കാളിത്തം വഹിക്കണം. ലോക ജനത സോഷ്യലിസത്തെ ഉറ്റുനോക്കുന്നു. ഉറുഗ്വേയിലടക്കം ഇടതുപക്ഷം തിരിച്ചു വന്നിരിക്കുന്നു. ശ്രീലങ്കയിലും നേപ്പാളിലും എല്ലാം ഇടതുപക്ഷം വന്നിരിക്കുന്നു. ഇടതുപക്ഷമാണ് ഭാവി എന്ന് ലോകം തിരിച്ചറിയുന്ന നാളിൽ നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷത്തെ നമുക്ക് ശക്തമാക്കാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല തണുപ്പത്ത് ഇവിടെ ഇരുന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു.